നമുക്കറിയാം, നമ്മുടെ ഈ മനോഹരമായ സംസ്ഥാനം, ഈ മലയാള മണ്ണ് ധാരാളം നന്മകളാൽ സമൃദ്ധമാണ്. എല്ലാ മതവിശ്വാസികളും നല്ല വിശ്വാസം നിലനിർത്തുന്നതോടൊപ്പം തന്നെ പരസ്പരം സഹകരിച്ചും സഹായിച്ചും ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിക്കുന്ന മണ്ണാണ്. ഇവിടെ അത്തരത്തിലുള്ള ചില പ്രതിസന്ധികൾ ഉണ്ടാക്കാൻ ചിലർ ശ്രമിക്കുന്നു. വിദ്വേഷത്തിൻ്റെയും ഭിന്നിപ്പിൻ്റെയും ഒക്കെ ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അത് ദേശീയ തലത്തിൽ തന്നെയുള്ള ഒരു പ്രശ്നമാണ്. അതുപോലെ തന്നെ മറ്റൊരു ജീർണത എന്ന് പറയുന്നത് ഇന്ന് രാസലഹരിയുടെ ഒരു കേന്ദ്രമായി ഈ നമ്മുടെ പ്രിയപ്പെട്ട മലയാള മണ്ണിനെ മാറ്റിത്തീർക്കാൻ ആ രംഗത്ത് പ്രവർത്തിക്കുന്ന കള്ളക്കച്ചവടക്കാർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു കാലത്ത് നമുക്കുണ്ടായിരുന്ന ഭയപ്പാടും ആശങ്കയും നമ്മുടെ കലാലയങ്ങളെക്കുറിച്ച് മാത്രമായിരുന്നു. മയക്കുമരുന്ന് ലോബി കലാലയങ്ങൾ കേന്ദ്രീകരിച്ച് നമ്മുടെ യുവാക്കളെ മയക്കുമരുന്നിൻ്റെ സ്വാധീനത്തിൽപ്പെടുത്താൻ ശ്രമിക്കുമെന്നായിരുന്നു. എന്നാൽ ഇന്നത് സ്കൂളുകൾ പോലും അവരുടെ ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് മോചിതമല്ല എന്നുള്ളതാണ്. സ്കൂളുകളിൽ പോലും രാസലഹരികൾ എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നു. ഏതായിരുന്നാലും ഈ വിപത്ത് എല്ലാവരും തിരിച്ചറിഞ്ഞ് കേരളത്തിൽ വളരെ ഉണർന്ന പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്തും ചില പദ്ധതികൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായി നടക്കുന്ന ഒരു പ്രവർത്തനമാണ് ഓപ്പറേഷൻ തൂഫാൻ. മയക്കുമരുന്നിൻ്റെ രാസലഹരിയുടെ വേരറുക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് തൂഫാൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോയത്. ധാരാളം കേസുകൾ രജിസ്റ്റർ ചെയ്തു. കുറേ ആളുകളെ കേസിൽ പെടുത്തി ജയിലിലാക്കി. കുറേ കച്ചവട കേന്ദ്രങ്ങൾ റെയ്ഡ് ചെയ്തു. ഈ ലഹരി ശൃംഖല അതിങ്ങനെ പരസ്യമായിട്ട് എവിടെയെങ്കിലും വിൽപ്പനയ്ക്ക് വെച്ചതായിരിക്കില്ല. വളരെ രഹസ്യമായി അത് എത്തിക്കുന്ന ഒരു കണ്ണിയുണ്ടാവും. ആ കണ്ണികൾ പലതും പൊട്ടിക്കാൻ തൂഫാൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടായി. അങ്ങനെ നമ്മുടെ നാട് ഒരു മനസ്സോടെ ഇതിനെതിരായി പ്രതിരോധിക്കണം. ഇത് ഈ നാടിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്, പുതിയ തലമുറയുടെ ജീവൽ പ്രശ്നമാണ് എന്ന ബോധ്യത്തോടു കൂടി തന്നെ നമ്മുടെ നാട് ഒരുമിച്ച് പ്രവർത്തിക്കുക. അപ്പോൾ അന്ന് ഈ തൂഫാൻ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ നമ്മൾ സ്കൂളുകളിൽ കുട്ടികൾക്കും അവരെയും അതിൻ്റെ ഭാഗമാക്കാൻ വേണ്ടി ഒരു പ്രവർത്തനം നടത്തുകയുണ്ടായി. അന്ന് നിങ്ങൾക്കറിയാം, ജൂൺ മാസത്തിലാണ് സർക്കാർ വന്ന ഉടനെ ഈ തൂഫാൻ്റെ പ്രവർത്തനങ്ങൾ പ്രഖ്യാപിക്കപ്പെട്ടത്. അപ്പോൾ ആ സമയത്ത് തന്നെയാണ് ലോകത്ത് വേൾഡ് ഫുട്ബോൾ ഉണ്ടായത്. ആ ഒരു മാസമാണ്. അപ്പോൾ ഞങ്ങളും സ്കൂൾ കുട്ടികളെയും ഇതിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി ഒരു പദ്ധതി വെച്ചു. 1 മില്യൺ തൂഫാൻ ഗോൾ. എല്ലാ സ്കൂളുകളിലും ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായി കുട്ടികൾ ഗോളടിച്ച് ആ ഗോളുകളുടെ എണ്ണം ഒരു ഡാഷ്ബോർഡിൽ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ലഹരിക്കെതിരായി 10 ലക്ഷം ഗോളുകൾ നമ്മുടെ സ്കൂൾ കുട്ടികൾ അടിക്കണം എന്നാവശ്യപ്പെട്ടു. അതിന് സമയം കൊടുത്തു. ജൂൺ 12 മുതൽ ആഗസ്റ്റ് 20 വരെയാണ് കുട്ടികൾക്ക് ഗോളടിച്ച് ഡാഷ്ബോർഡിൽ അത് അപ്ലോഡ് ചെയ്യാനുണ്ടായിരുന്ന സമയം. എന്നാൽ വളരെ സന്തോഷത്തോടു കൂടി പറയട്ടെ, 2 ആഴ്ച തികയുമ്പോഴേക്ക്, ജൂൺ 25 ആകുമ്പോഴേക്ക് തിരുവനന്തപുരത്ത് നമ്മുടെ ആസ്ഥാനത്തുള്ള ഡാഷ്ബോർഡിൽ 25-ാം തീയതി ആകുമ്പോഴേക്ക് 10 ലക്ഷം ഗോൾ നമ്മുടെ സ്കൂൾ കുട്ടികൾ അടിച്ച് തീർത്തിരുന്നു. 1 മില്യൺ 10 ലക്ഷം ഗോൾ ആ സമയം കൊണ്ട് തന്നെ അവർ അടിച്ചു തീർത്തു. അപ്പോൾ അത് ഈ പ്രവർത്തനം നമ്മൾ ഫുട്ബോളിൻ്റെ ലഹരിയെ ഈ ലഹരി വിരുദ്ധ പോരാട്ടത്തിലേക്ക് കൂട്ടിയോജിപ്പിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് നല്ല പ്രതികരണമുണ്ടായി. ഞാനൊരു അനുഭവം നിങ്ങളുമായി പങ്കുവച്ചു എന്ന് മാത്രം. അപ്പോൾ എല്ലാ തലത്തിലും ലഹരിക്കെതിരായ ബോധവൽക്കരണം ഉണ്ടാകണം. അത് കേവലം ഒരു ഒറ്റപ്പെട്ട ഏതെങ്കിലും ഒരു വൺ ഷെയ്ഡായിട്ട് നടത്തേണ്ട പ്രവർത്തനങ്ങളല്ല. നമ്മളെല്ലാവരും സമൂഹത്തിൽ അതിൻ്റെ ഭാഗവാക്കാകണം. ഒരു തരത്തിൽ ഈ വിതരണവും അതിൻ്റെ കൈമാറ്റങ്ങളും ഒക്കെ തടയാനുള്ള
ശക്തമായ നിയമ നടപടികൾ ഉണ്ടാവണം. പിന്നെ കുടുംബം എന്നുള്ള നിലക്ക് കുട്ടികളുമായി വലിയ സാമീപ്യം ഉണ്ടാവണം. കുട്ടികളുടെ നീക്കങ്ങളും ചലനങ്ങളും മാതാപിതാക്കൾക്ക് അറിയാൻ സാധിക്കണം. എല്ലാവർക്കും തിരക്കുണ്ടാവും, ജോലി സംബന്ധമായ തിരക്കുണ്ടാവും, അതുപോലെ തന്നെ മറ്റ് വിധത്തിലുള്ള തിരക്കുകളും ബദ്ധപ്പാടുകളൊക്കെ ഉണ്ടാവും. പക്ഷെ അതിനിടയിലും കുട്ടികളെ ഒറ്റപ്പെടുത്താതെ അവരുമായി നിരന്തരമായൊരു സമ്പർക്കം ഉള്ള സമയം കൊണ്ട് നമുക്ക് നിലനിർത്താൻ സാധിക്കണം. പ്രത്യേകിച്ച് മുതിർന്നു വരുന്ന കുട്ടികൾ, ഉയർന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളുടെ നീക്കങ്ങൾ അറിയണം. അവരാരും ബോധപൂർവം ഇത്തരം ചതിക്കുഴികളിൽ ചെന്ന് വീഴില്ല, പക്ഷേ അറിയാതെ പെട്ടുപോകാം. പലരും പറയുന്ന അനുഭവങ്ങൾ അങ്ങനെയാണ്. കുട്ടികൾ ഒന്നിച്ച് പഠിക്കുമ്പോൾ, ഒരു ഹോസ്റ്റലിൽ ഒന്നിച്ച് താമസിക്കുമ്പോൾ, കൂട്ടുകെട്ടുകൾ, ബന്ധങ്ങൾ, യാത്രകൾ, അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമുക്കും അതിനെക്കുറിച്ചൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം, നമ്മളും അറിയണം. നല്ല ബ്രില്യൻ്റായ കുട്ടികൾ പോലും ഇത്തരം ചതിക്കുഴികളിലൊക്കെ വീണു പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്നേക്കാൾ അതിനെക്കുറിച്ച്, അതിൻ്റെ സോഷ്യൽ എൻജിനീയറിങ് അറിയുന്നവരാണ് നിങ്ങൾ. നമ്മുടെ ദീനീ പ്രവർത്തനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയാണല്ലോ കുടുംബവും അതിൻ്റെ സുരക്ഷയും ഒക്കെ പലപ്പോഴും ഇത്തരം ക്ലാസ്സുകളിൽ കേൾക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ അറിയണം. ഇപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ +2-ന് 1200-ൽ 1200 മാർക്ക്, SSLC-ക്ക് ഫുൾ A+. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ കുട്ടി ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിലാണ്. ഈ ലഹരിയുടെ പിടുത്തത്തിൽപ്പെട്ടിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരാനുള്ള വിമുക്തിയുടെ കേന്ദ്രത്തിലായിരുന്നു ആ കുട്ടി. അപ്പോൾ ആ രക്ഷകർത്താക്കൾക്കുണ്ടാകുന്ന സങ്കടം എത്രമാത്രം വലുതാണ്. വളരെ ബ്രില്യൻ്റായ, നാളെ ഒരു നല്ല പദവിയിലെത്തേണ്ട ഒരു മോൻ ഇങ്ങനെ ഒരു ദുരന്തത്തിൽ ചെന്ന് പെടുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ നല്ല ജാഗ്രത വേണം. നമ്മൾ എന്ത് തിരക്കുകളാണെങ്കിലും, ഞാൻ ഉൾപ്പെടെയുള്ളവർ, സാധാരണ പിന്നെ മൗലവി പള്ളിയിലെ മെമ്പറിൽ നിന്നാണ് പറയുന്നത്, എന്നോടെന്ന പോലെ നിങ്ങളോടും എന്ന് പറയാറുണ്ട്. എൻ്റെ മനസ്സിനോടെന്ന പോലെ നിങ്ങളോടെന്ന് പറയാറുണ്ട്. അതങ്ങനെ എല്ലാവർക്കും ബാധകമാണെന്ന് അർത്ഥം. അപ്പം നമ്മളെല്ലാവരും നമ്മുടെ കുടുംബങ്ങളിലെ കുട്ടികളുടെ അവരെ ഒറ്റപ്പെടലുകളും അവരുടെ ബന്ധങ്ങളും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അതാണിപ്പോൾ ഞാൻ എൻ്റെ അനുഭവത്തിൽ തന്നെ കേട്ട ഈ ഒരു കുട്ടിയുടെ സംഭവം. അങ്ങനെ എത്രയോ സംഭവങ്ങളുണ്ട്. അപ്പോൾ നമ്മളുടെ ഏറ്റവും വലിയ സമ്പത്തെന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളാണ്. നമ്മളീ പൈസ ഉണ്ടാക്കുന്നതും നമ്മളീ അധ്വാനിക്കുന്നതും ഒക്കെ എന്തിനു വേണ്ടിയാണ്? നമ്മുടെ തലമുറകൾക്ക്, അടുത്ത തലമുറക്ക് കൈമാറാനാണ്, അവർക്ക് സുരക്ഷിതമായ ഒരു ജീവിതം ഉണ്ടാക്കാനാണ്. പക്ഷെ ആ കുട്ടികൾ ഇങ്ങനെയുള്ള പ്രതിസന്ധികളിൽ ചെന്ന് പെട്ടാലോ? അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലൊക്കെ ഏറ്റവും വലിയ ജാഗ്രത ഉണ്ടാക്കാൻ, കുടുംബങ്ങൾക്കിടയിൽ നല്ല ക്യാമ്പയിൻ നടത്താൻ ഇതുപോലുള്ള വെളിച്ചത്തിൻ്റെ ബാനറിലും മറ്റുമൊക്കെ അത് സംഘടിപ്പിക്കാൻ കഴിയും. നിങ്ങൾ പറഞ്ഞാൽ സമൂഹം കേൾക്കും. ആളുകളെ വിളിച്ചുകൂട്ടി ഇങ്ങനൊരു കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞാൽ സമൂഹം അത് കാതോർത്ത് കേൾക്കും. അപ്പോൾ അങ്ങനെയുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം. വളരെ സന്തോഷത്തോടു കൂടി തന്നെ പറയട്ടെ, ഇത്തരം പ്രവർത്തനങ്ങൾ ഒരു നല്ല പ്രതിരോധമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ മതസംഘടനകളുടെ ഖുർആൻ പഠനവും അതുപോലെ തന്നെ ദീനീ പ്രബോധനവും ഒക്കെ നന്നായി നടക്കുന്ന മേഖലകളിൽ ഇത്തരം ജീർണതകൾ കുറവാണ്. അത് ഒറ്റപ്പെട്ട ചില സംഭവങ്ങളുണ്ടാവും, പക്ഷെ അതിനെ ചിലർ പെരുപ്പിച്ച് കാണിക്കും. എന്ത് വയലിൽ പറഞ്ഞിട്ട് എന്താ കാര്യം, എന്നിട്ട് ഇങ്ങനെ ആയാലേന്ന് ഏതെങ്കിലും 1-2 സംഭവം ഉണ്ടാവും. എന്നിട്ട് അതിനെ അങ്ങ് പൊതുവൽക്കരിക്കേണ്ട കാര്യമില്ല. സത്യത്തിൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഉള്ളിടത്ത് ഇത്തരം ജീർണതകൾ കുറവാണ്, അതിലൊരു തർക്കവുമില്ല. അപ്പോൾ ഏതായിരുന്നാലും ഞാൻ എൻ്റെ സംസാരം ദീർഘിപ്പിക്കുന്നില്ല. ഇത് നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ കിട്ടിയ ഒരു വലിയ പുണ്യമാണ്. കാരണം പഠിക്കേണ്ട സമയം കഴിഞ്ഞിട്ടും, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെയൊക്കെ ദീനീ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, മതപഠനം എന്ന് പറയുന്നത് മദ്രസകളിലെ 4-5 ക്ലാസ് വരെയുള്ള പഠനം മാത്രമാണ്. അപ്പോൾ അതിലൂടെ ഇത്ര വലിയൊരു സബ്ജക്റ്റ്, ഇത്ര വൈഡായിട്ടുള്ളൊരു സിലബസ്, വിശുദ്ധ ഖുർആൻ അതിൻ്റെ 30 ജുസുവും അതിൻ്റെ തഫ്സീറും ഒന്നും പഠിക്കാനുള്ള അവസരം അവിടെ ഇല്ല. അപ്പോൾ അതൊക്കെ പിന്നെ മുതിർന്നതിന് ശേഷം, അപ്പോൾ കുറച്ചുകൂടി അത്
ഗ്രഹിക്കാനും കഴിയും. നമ്മൾ കുട്ടികളാകുമ്പോൾ ഉള്ളതിനേക്കാൾ ഒരു മുതിർന്ന പ്രായത്തിലാവുമ്പോൾ ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാനും സാധിക്കും. അപ്പോൾ അതിനൊരു അവസരം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ല ഒരു പുണ്യമാണ്. നിങ്ങൾക്ക് ലഭിച്ചൊരു ഏറ്റവും അനുഗ്രഹീതമായൊരു അവസരമാണ്. ആ അവസരം നന്നായി ഉപയോഗപ്പെടുത്തിയവരാണ് നിങ്ങൾ, അല്ലേ? അതിൽ ഫുൾ A+ വാങ്ങിയവരാണ് നിങ്ങൾ എന്നാണ് ഇത് തെളിയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ അവസരം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തിയ നിങ്ങളെല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ വെളിച്ചത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ഭാവുകങ്ങളും വിജയങ്ങളും നേർന്നുകൊണ്ട് ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.